മതം എന്ന് പറഞ്ഞ സാധനം ഇവിടെ പൊട്ടത്തരമാണെന്ന് ഇപ്പോഴും മനസ്സിലാകാത്ത സമൂഹം ജീവിക്കുമ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് അധ്യാപകരാന്ന് പറഞ്ഞ് ജീവിക്കാൻ നാണമില്ലേ? നിങ്ങൾ എന്താണ് അവരെ പഠിപ്പിച്ച് ഇങ്ങോട്ട് വിട്ടത്? മതത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കിയതല്ല ഈ മനുഷ്യരാണെന്ന് ഓർക്കണം. അത് നമ്മുടെ അത്രയും പോലും ബുദ്ധി ഉറക്കാത്ത മനുഷ്യരായിരുന്നില്ല. 1500 കൊല്ലം മുമ്പ് വേണ്ടല്ലോ, ഒരു 75 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യന്റെ ശാസ്ത്രബോധം എത്രയുണ്ടെന്ന് ചിന്തിച്ച് ചോദിക്കേ, യുക്തിബോധം എത്ര ഉണ്ടായിരുന്നു? അവർ അന്ധവിശ്വാസങ്ങൾ, അവർ ചിന്തിച്ചിരുന്ന അന്ധവിശ്വാസങ്ങൾ എന്തൊക്കെയായിരുന്നു ഒന്ന് ചിന്തിച്ച് ചോദിക്കേ. എന്തുമാത്രം അന്ധവിശ്വാസങ്ങൾ. മതം പൊട്ടത്തരം എന്ന് പറയുമ്പോൾ അത് എല്ലാ മതങ്ങളും ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റു മതങ്ങളെ സംബന്ധിച്ച് പറയാൻ ഞാൻ ആളല്ല. ഞാനിവിടെ പറയുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് പൊട്ടത്തരമല്ല, അന്ധവിശ്വാസമല്ല, മറിച്ച് അത് ദൈവീകമാണ്. പ്രപഞ്ചനാഥൻ അവന്റെ പ്രവാചകനായ അന്തിമദൂതൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വാനലോകത്ത് നിന്ന് ഭൂവനത്തിലേക്ക് അവതരിപ്പിച്ചു കൊടുത്ത ദിവ്യവചനങ്ങളാണ് സത്യത്തിൽ വിശുദ്ധ ഖുർആൻ. അതിന്റെ സന്ദേശമാണ് ഇസ്ലാം. അതിൽ പൊട്ടത്തരമില്ല എന്നത്, അതല്ലെങ്കിൽ അതിൽ അന്ധവിശ്വാസമില്ല എന്നത് വസ്തുനിഷ്ഠമായി തെളിയിക്കാൻ നമുക്ക് കഴിയുകയും ചെയ്യും. ഈ വീഡിയോ ക്ലിപ്പ് കുറച്ച് ദിവസം മുൻപാണ് എനിക്കൊരാൾ അയച്ചു തന്നത്. സന്തോഷ് ജോർജ് കുളങ്ങരയുടേതായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ, അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ വീഡിയോ, മതങ്ങൾ എല്ലാം പൊട്ടത്തരമാണ് എന്ന് അദ്ദേഹം സമർത്ഥിക്കുന്ന ഒരു വീഡിയോ. അതിന് വളരെ യുക്തിഭദ്രമായ ചില കാരണങ്ങളൊക്കെ മുൻനിർത്തിയിട്ട് എല്ലാ മതങ്ങളും പൊട്ടത്തരമാണെന്നും ഈ മതനിയമങ്ങൾ എന്ന പേരിൽ എഴുതി വെച്ചതെല്ലാം മനുഷ്യനിർമ്മിതമാണ് എന്നും അദ്ദേഹം വിളിച്ചു പറയുമ്പോൾ അന്നേ ഞാൻ പ്രതീക്ഷിച്ചിരുന്നതായിരുന്നു എല്ലാ മതങ്ങളെയും ഒരുപോലെ ചേർത്താണ് സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നതെങ്കിലും ചില ആളുകൾക്ക് മാത്രം അത് പ്രത്യേകമായി വ്രണപ്പെടാനും അതിന് നിലവിളിയുമായിട്ട് മറുപടിയുമായിട്ട് രംഗപ്രവേശം ചെയ്യാനും ഇദ്ദേഹത്തിനെതിരെ ചില കലാപരിപാടികൾ നടക്കാനൊക്കെയുള്ള സാധ്യത മുൻകൂട്ടി കണ്ടിരുന്നു. അത് ഏകദേശം എനിക്കൊരു ധാരണയുണ്ടായിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു. ആ വീഡിയോയ്ക്ക് പല ഭാഗത്തു നിന്നായിട്ടുള്ള മറുപടികൾ വന്നു. അതിലേറ്റവും വിചിത്രമായ ഒരു മറുപടിയായിട്ട് എനിക്ക് തോന്നിയത് റഫീഖ് സലഫിയുടെ വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞതിനോട് റഫീഖ് സലഫി പറഞ്ഞിട്ടുള്ള ഒരു മറുപടിയാണ് നമ്മൾ ഇന്നിവിടെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. നമുക്കറിയാം, മതങ്ങൾ അതിൻ്റെ ചരിത്ര കാലഘട്ടങ്ങളിൽ മതങ്ങളുടേതായിട്ടുള്ള റോളുകൾ നിർവഹിച്ചിട്ടുണ്ട്. കാരണം മനുഷ്യന്റെ സാമൂഹികമായിട്ടുള്ള എവല്യൂഷന്റെ ഭാഗമായിട്ട് സാമൂഹികമായ അതിൻ്റെ പരിണാമദശയിൽ ഓരോ സാമൂഹ്യ അന്തരീക്ഷത്തിനും ഓരോ സംസ്കാരങ്ങൾക്കും ഓരോ കാലാവസ്ഥയ്ക്കും ഒക്കെ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള റോൾ ഉണ്ടാവും. അത് അറിഞ്ഞോ അറിയാതെയോ അതിൻ്റെയൊക്കെ സ്വാധീനം മനുഷ്യരുടെ ഇന്ന് ആർജിച്ച ജീവിതത്തിൻ്റെ മൂല്യങ്ങളിൽ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ അതിനപ്പുറത്തേക്ക് മതങ്ങൾ കേവലമായ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള അജ്ഞതയെ മറികടക്കാനുള്ള ഉപായമോ ആശ്വാസമോ വലിയ പ്രതിസന്ധികൾക്ക് കാരണമറിയാത്ത ദുരന്തങ്ങളിൽ കേവലമായിട്ട് അവർ കണ്ടെത്തുന്ന ആശ്രയമോ ഒരു ആശ്രിതത്വ ബോധമോ എന്നതിനപ്പുറത്തേക്ക് ദൈവസങ്കല്പങ്ങൾ വ്യവസ്ഥാപിതമായ മതങ്ങളായിട്ടും മതങ്ങൾ രാഷ്ട്രീയത്തിന്റെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കപ്പെടുന്നതിലൂടെയൊക്കെ ആ ഒരു ചരിത്രഘട്ടം കഴിഞ്ഞു വരുമ്പോൾ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ലോകത്ത് മതങ്ങൾ തീർത്തും അപ്രസക്തമാണ് എന്ന് മാത്രവുമല്ല, മതങ്ങൾ ഒരു പരിധിവരെ മനുഷ്യന്റെ നിലവിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് മതങ്ങൾ കാരണമാകുന്നു, നേരിട്ട് തന്നെയും കാരണമാകുന്നു. പ്രത്യേകിച്ച് വലിയ വലിയ കലാപങ്ങൾക്കും യുദ്ധങ്ങൾക്കും പരസ്പരം ശത്രുതയും വിഭാഗീയതയും വളർത്തുന്നതിനും രാഷ്ട്രീയമായ പകപോക്കലുകൾക്ക് പോലും മതത്തെ ഉപയോഗപ്പെടുത്തുന്ന തരത്തിലേക്ക് മതത്തിന്റെ ദുസ്വാധീനം ആധുനിക ലോകത്തുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അതിനൊക്കെ മുൻനിർത്തിയിട്ടാണ് സന്തോഷ് ജോർജ് കുളങ്ങര മതങ്ങൾ കാലഹരണപ്പെട്ട കുറെ നിയമങ്ങൾ അതാണ് പഠിപ്പിക്കുന്നതെന്നും അതാണ് ധാർമ്മികതയായിട്ട് പഠിപ്പിക്കപ്പെടുന്നതെന്നും നിങ്ങൾ അധ്യാപകർ എന്തെടുക്കുകയായിരുന്നു എന്നും അധ്യാപകരോട് ചോദിക്കുകയാണ്. ശാസ്ത്രബോധമില്ലാത്ത, യുക്തിബോധമില്ലാത്ത, അന്ധവിശ്വാസങ്ങളിൽ അഭിരമിക്കാൻ പാകത്തിന് വിദ്യാസമ്പന്നര് പോലും പുറത്തിറങ്ങി വരുന്ന തരത്തിൽ എന്ത് വിദ്യാഭ്യാസ പ്രവർത്തനമാണ് നിങ്ങൾ നടത്തുന്നത് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. പക്ഷേ കൊണ്ടത് മുഴുവൻ ഇസ്ലാമിനാണ്. അതിന് മുസ്ലിങ്ങളെ കുറ്റം പറയാനും അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളെ, റഫീഖ് സലഫിയെ പോലെയുള്ള ആളുകളെ കുറ്റം പറയാനും പറ്റില്ല. പക്ഷെ ഇവിടെ റഫീഖ് സലഫി എന്തായാലും എല്ലാ മതങ്ങളും പൊട്ടത്തരമല്ല എന്ന ഒരു വലിയ വാദത്തിനൊന്നും പോകുന്നില്ല. സന്തോഷ് ജോർജ് കുളങ്ങരെ പൂർണ്ണമായി തള്ളിക്കളയാൻ എന്തായാലും റഫീഖ് സലഫി തയ്യാറല്ല. റഫീഖ് സലഫി വളരെ കൃത്യമായിട്ട് ഇസ്ലാം മാത്രം അതിൽ പൊട്ടത്തരമല്ല, മറ്റു മതങ്ങളെക്കുറിച്ചൊന്നും അങ്ങനെ പറയുന്നതിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, കുഴപ്പമില്ല, പറഞ്ഞോളി. പക്ഷേ നമ്മളെ മതം എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതം, അത് പൊട്ടത്തരാണെന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കും. അതാണ് റഫീഖ് സലഫി ലൈന്. അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ ആണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. മലയാളിയെ ലോകം കാണാൻ പഠിപ്പിച്ച ഒരാളാണ് സന്തോഷ് ജോർജ് കുളങ്ങര. മലയാളികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ട്രാവൽ ബ്ലോഗുകളും യാത്രാ വീഡിയോകളുമൊക്കെ കാണുന്നതിന് മുമ്പ്, അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കയ്യിൽ ഒരു ക്യാമറയും തൂക്കി ലോകം സഞ്ചരിച്ചയാളാണ് സന്തോഷ് ജോർജ് കുളങ്ങര. അദ്ദേഹം നിരവധി നാടുകളിലൂടെ, രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച് നിരവധി സംസ്കാരങ്ങൾ, അതേപോലെ മതവിശ്വാസങ്ങൾ ഒക്കെ അദ്ദേഹം അടുത്ത് ഇടപഴകുകയും അതിനോടൊക്കെ ബന്ധപ്പെടുകയും ചെയ്ത ഒരാളാണ് സന്തോഷ് ജോർജ് കുളങ്ങര. നമുക്കറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ നമുക്ക് പറയാറുണ്ട്. പക്ഷേ ഞാൻ ആ ഭാഗത്തേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. ഇവിടെ സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്ക് ഒരു ഇൻട്രോ ആവശ്യം ഉണ്ടായിട്ടല്ല ഞാനിത് പറയുന്നത്, മീൻസ് ഇത് കേൾപ്പിച്ചത്. അതേസമയത്ത് റഫീഖ് സലഫിക്ക് സന്തോഷ് ജോർജ് കുളങ്ങരയെ കുറിച്ചുള്ള ഗ്രാഹ്യമുണ്ട് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങരയെ കുറിച്ച് അറിയാതെ പറഞ്ഞതല്ല റഫീഖ് സലഫി എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ ഭാഗം ഇപ്പോൾ കേൾപ്പിച്ചത്. സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്ന എല്ലാ അഭിപ്രായങ്ങളോടും എല്ലാവർക്കും യോജിപ്പുണ്ടാവണമെന്നൊന്നുമില്ല.
പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ 100% ശരിയാണ്. ട്രാവൽ ബ്ലോഗുകളുടെയൊക്കെ ആലോചനകൾ ഉണ്ടാവുന്നതിന് മുൻപ് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെറിയ വരുമാനം അല്ലെങ്കിൽ വരുമാനം ഇല്ലാതെ തന്നെ യാത്രകൾ നടത്തുകയും അതൊരു പാഷനായിട്ട് കൊണ്ട് നടക്കുകയും അത് ആളുകളെ കാണിക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്, അതിലൊന്നും സംശയമില്ല. അപ്പം അതുവഴി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പതിറ്റാണ്ടുകളായിട്ട് സഞ്ചരിക്കുകയും ഓരോരോ പ്രദേശങ്ങളിലുള്ള സംസ്കാരങ്ങളും ജനവിഭാഗങ്ങളും അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അവരുടെ രീതികളും ഒക്കെ അടുത്തറിയുകയും അവരുടെ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ അടുത്തറിയുകയും പരിചയപ്പെടുകയും ചെയ്തിട്ടുള്ള സന്തോഷ് ജോർജ് കുളങ്ങര ആണ് ഈ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് എന്ന് റഫീഖ് സലഫി ഒന്നുകൂടി ഓർക്കാൻ വേണ്ടിയിട്ടും ഈ മറുപടി കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ അത് ഉണ്ടാവണം. റഫീഖ് സലഫിക്ക് സന്തോഷ് ജോർജ് കുളങ്ങരയെ കുറിച്ച് അറിയാത്തത് കൊണ്ടല്ല എന്ന് നമ്മളൊക്കെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഭാഗം കേൾപ്പിച്ചത്. കുറച്ചുകൂടി ഇങ്ങനെയൊക്കെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ എല്ലാ അഭിപ്രായങ്ങളോടും നമുക്ക് യോജിപ്പുണ്ടാകണമെന്നില്ലല്ലോ. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു സംസാരത്തിൻ്റെ ഒരു ചെറിയ ഭാഗം, ഒരു ശകലം കേൾക്കുകയുണ്ടായി. അത് കേട്ടപ്പോൾ അതിനൊരു പ്രതികരണം ആവശ്യമാണ് എന്ന് തോന്നിയതുകൊണ്ടാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ മുമ്പിൽ വന്നത്. അദ്ദേഹം പറയുന്ന ചില പൊട്ടത്തരങ്ങളുണ്ട്, പൊട്ടത്തരങ്ങൾ എന്ന് തന്നെ അതിനെ സംബന്ധിച്ച് പറയേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ്. ഏതാണെങ്കിലും ആ സംസാരത്തിനുള്ള ഒരു പ്രതികരണമാണ് എൻ്റെ ഈ സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്ന എല്ലാ അഭിപ്രായങ്ങളോടും എല്ലാ കാലത്തും എല്ലാ മനുഷ്യർക്കും ഒരുപോലെ യോജിപ്പുണ്ടാവണമെന്നൊന്നുമില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അദ്ദേഹം പറയുന്ന അഭിപ്രായങ്ങളോട് വിയോജിപ്പുള്ളവരുണ്ടാവാം, അത് തെറ്റാണ് എന്ന് ധാരണയുള്ളവരുണ്ടാകാം. അത് സ്വാഭാവികമാണ്, തികച്ചും സ്വാഭാവികമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലല്ലോ. അതേസമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു പൊട്ടത്തരം, അതിന് മറുപടി പറയാതിരിക്കാൻ പറ്റില്ല എന്ന് റഫീഖ് സലഫിയെ പ്രേരിപ്പിച്ച ഒരു ഘടകം അദ്ദേഹത്തിന്റെ സംസാരത്തിലുണ്ട്. അത് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും ചെയ്യും. ഇനി ഇത്രയൊക്കെ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് പലതരം ആളുകളെയൊക്കെ ചുറ്റിപ്പറ്റി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ അല്ലെങ്കിൽ കുറെ കാര്യങ്ങളൊക്കെ അറിയുന്ന സന്തോഷ് ജോർജ് കുളങ്ങര ചില പ്രദേശങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഉസ്ബെക്കിസ്ഥാനെ കുറിച്ചാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അതുപോലെ അസർബൈജാനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഒരു സ്വീകാര്യത, അദ്ദേഹത്തോട് അവർ ആതിഥ്യ മര്യാദയോടുകൂടി പെരുമാറിയത്, ഒരു അതിഥിയോട് അവർ പെരുമാറുന്നതിലുള്ള ഇതൊക്കെ പല ഇസ്ലാമിക സമൂഹങ്ങളിലും പല മുസ്ലിം സമൂഹങ്ങളിലും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള സ്നേഹം, സ്വീകരണം, അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം വിശദമായി പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ അദ്ദേഹം പറയുന്ന പൊട്ടത്തരാന്ന് റഫീഖ് സലഫിക്ക് തോന്നൂല. കാരണം അത് ഇസ്ലാമിന് ഏതെങ്കിലും തരത്തിൽ ഗുണപരമായി ഉപയോഗിക്കാവുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് ഇദ്ദേഹം നോക്കൂ, സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നത് കേൾക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യും. ഇത് ഇസ്ലാമിന്റെ മഹത്തരമാണ് എന്നൊക്കെ പറയും. അതേസമയത്ത് ഇവിടെ സ്പെസിഫിക് ആയിട്ട് മനുഷ്യരെ മതവിശ്വാസം അന്ധവിശ്വാസങ്ങളിൽ തളച്ചിടുന്നതിനെ കുറിച്ചും അത് ലോകത്തിന്റെ പൊതുവായ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്നതിനെ കുറിച്ചും പുതിയ തലമുറയിൽ ആധുനിക ലോകത്തിന്റെ എല്ലാ അറിവും ഉണ്ടായിട്ടും മതത്തിന്റെ പേരിൽ മനുഷ്യർ കലഹിക്കുന്നതും തമ്മിൽ തല്ലുന്നതും കൊന്നു തീർക്കുന്നതും ഒക്കെ കണ്ട് നിൽക്കുമ്പോൾ വിദ്യാഭ്യാസത്തിൽ ഉള്ള ചില പോരായ്മകൾ, മതവിശ്വാസത്തെ മറികടക്കത്തക്ക തരത്തിലുള്ള ശാസ്ത്രചിന്തയും യുക്തിബോധവും മാനവികതയും പൗരബോധവും ഒന്നും വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാക്കാത്തതിലുള്ള അദ്ദേഹത്തിന്റെ പ്രതിഷേധം പറഞ്ഞപ്പോൾ റഫീഖ് സലഫി ചാടി വീണിഞ്ഞു. ഇദ്ദേഹം പറഞ്ഞത് മുഴുവൻ പൊട്ടത്തരല്ല, ചില പൊട്ടത്തരം. അപ്പൊ ആ പൊട്ടത്തരങ്ങൾക്കുള്ള മറുപടിയാണെന്ന് റഫീഖ് സലഫി പറയുമ്പോൾ ഇനി അദ്ദേഹത്തെ ചൊടിപ്പിച്ച ഭാഗം എന്താണ് നമുക്ക് കേൾക്കാം. സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നത് മതം എന്ന് പറയുന്നത് പൊട്ടത്തരമാണ്, മതത്തിന്റെ നിയമങ്ങൾ ഉണ്ടാക്കിയത് മനുഷ്യനാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇത് കേട്ടാൽ നിങ്ങൾക്ക് തോന്നും ഇസ്ലാം മതം പൊട്ടത്തരാണ് എന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് മതം പൊട്ടത്തരമാണ് എന്ന് പറഞ്ഞു, ആ മതത്തിന്റെ നിയമങ്ങൾ മനുഷ്യരുണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞു എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ വാസ്തവത്തിൽ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞത് എല്ലാ മതങ്ങളും പൊട്ടത്തരങ്ങളാണ് എന്നാണ്. മതങ്ങളെല്ലാം പൊട്ടത്തരമാണ്. നമുക്ക് എന്തായാലും ഒന്ന് കേൾക്കാം. മതം എന്ന് പറഞ്ഞ സാധനം ഇവിടെ പൊട്ടത്തരമാണെന്ന് ഇപ്പോഴും മനസ്സിലാകാത്ത സമൂഹം ജീവിക്കുമ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് അധ്യാപകരാന്ന് പറഞ്ഞ് ജീവിക്കാൻ നാണമില്ലേ? നിങ്ങൾ എന്താണ് അവരെ പഠിപ്പിച്ച് ഇങ്ങോട്ട് വിട്ടത്? മതത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കിയതല്ല ഈ മനുഷ്യരാണെന്ന് ഓർക്കണം. അത് നമ്മുടെ അത്രയും പോലും ബുദ്ധി ഉറക്കാത്ത മനുഷ്യരായിരുന്നു ഇതെല്ലാം. 1500 കൊല്ലം മുമ്പ് വേണ്ടല്ലോ, ഒരു 75 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യന്റെ ഈ ശാസ്ത്രബോധം എത്ര ഉണ്ടെന്ന് ചിന്തിച്ചു ചോദിക്കേ, യുക്തിബോധം എത്ര ഉണ്ടായിരുന്നു? അവർ ചിന്തിച്ചിരുന്ന അന്ധവിശ്വാസങ്ങൾ എന്തൊക്കെയായിരുന്നു ഒന്ന് ചിന്തിച്ചു ചോദിക്കേ. എന്തുമാത്രം അന്ധവിശ്വാസങ്ങൾ. അപ്പൊ മതം എല്ലാം മതം എന്ന് പറഞ്ഞാൽ മതങ്ങളെല്ലാം എന്ന് തന്നെയാണ് അർത്ഥം. അദ്ദേഹം അത് തന്നെയാണ് ഉദ്ദേശിച്ചതും അത് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ റഫീഖ് സലഫിക്ക് പ്രത്യേകമായിട്ട് പൊള്ളാനുള്ള കാരണം 1500 കൊല്ലം മുൻപുള്ള മതം, 1500 എന്നത് ഒരുപക്ഷെ അദ്ദേഹം ഇസ്ലാമിനെ ഉദ്ദേശിച്ച് പറഞ്ഞതായിരിക്കില്ല, മേ ബി ഇസ്ലാമിനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണെങ്കിലും വലിയ തെറ്റൊന്നുമില്ല. കാരണം ഏറ്റവും പുതിയ മതം 1500 കൊല്ലം മീൻസ് അതിനിടയിലുള്ള ബാക്കി ചെറിയ ചില്ലറ മതങ്ങളെ നമ്മൾ ഒഴിവാക്കുകയാണ്. ബാക്കി ഒരു 50 or 100 കൊല്ലം മുൻപുള്ള മനുഷ്യന്റെ ജീവിതവും ഇന്നത്തെ മനുഷ്യന്റെ ജീവിതവും അറിവും യുക്തിയും ശാസ്ത്രചിന്തയും ഒക്കെ എത്രയോ വ്യത്യസ്തമായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ 1500 എന്നത് റഫീഖ് സലഫിക്ക് വല്ലാതെ കയറിക്കൊണ്ടു. അതുകൊണ്ടാണ് ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന നിലക്ക് റഫീഖ് സലഫി ചാടി വീണത്. കേട്ടല്ലോ സഹോദരങ്ങൾ, എന്താണ് അദ്ദേഹം പറഞ്ഞത്? മതം എന്ന് പറഞ്ഞാൽ അത് പൊട്ടത്തരമാണ്, അതിലെ നിയമങ്ങളൊക്കെ എഴുതിയുണ്ടാക്കിയത് മനുഷ്യരാണ് എന്നാണ് സന്തോഷ് ജോർജ് കുളങ്ങര
പറഞ്ഞത്. ഇവിടെ സങ്കടകരമായ ഒരു കാര്യം, നിരവധി രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കാനും നിരവധി സംസ്കാരങ്ങളും മതവിശ്വാസങ്ങളും ഒക്കെ അടുത്തറിയാൻ അവസരം ലഭിച്ചിട്ടും ഇദ്ദേഹം ഇതുപോലെയുള്ള ഒരു പൊട്ടത്തരം പറഞ്ഞു എന്നത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. ഇത്രയും ലോകസഞ്ചാരം നടത്തിയിട്ടും മതങ്ങളെ സംബന്ധിച്ച് കൃത്യമായി നിൽക്കുന്ന വസ്തുനിഷ്ഠമായി പഠിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നത് അദ്ദേഹത്തിന്റെ വാചകത്തിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യമാണ്. ഇത് റഫീഖ് സലഫിയാണ് തിരിച്ചാലോചിക്കേണ്ടത്. ഇത്രയും ലോകം കണ്ട ഒരാള് മതങ്ങളുടെ പൊതുവായിട്ടുള്ള ഒരു സ്വഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ അതിലെന്തോ കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കുക, അത് അന്വേഷിക്കുക എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം പറഞ്ഞതിലെ ആ കാര്യം മാത്രം പൊട്ടത്തരം, ബാക്കിയുള്ളതെല്ലാം ശരി എന്ന നിലപാട് ശരിയാണ്. ഇനി മതങ്ങളുടെ നിയമങ്ങൾ മനുഷ്യനിർമ്മിതമല്ലെങ്കിൽ മതങ്ങൾ തന്നെ മനുഷ്യനിർമ്മിതമാണ്. പിന്നെയല്ലേ മതങ്ങളുടെ നിയമങ്ങൾ? മനുഷ്യരുണ്ടാക്കാത്ത ഒരു ദൈവവും ഒരു മതവും ലോകത്തില്ല. ഇസ്ലാമും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇദ്ദേഹം പറയുന്നത് എല്ലാ മതങ്ങളും അങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഇസ്ലാം അങ്ങനെയല്ല എന്നാണ് റഫീഖ് സലഫി. അതാണ് ഇപ്പോൾ റഫീഖ് സലഫിന്റെ സങ്കടം. 1500 വർഷം എന്നതിനിടയിൽ വന്നു. മതങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ മതവും പെടൂലേ? അങ്ങനെ വരുമ്പോൾ ഇസ്ലാം അതിനകത്ത് പെടൂലേ? അത് സമ്മതിച്ചു തരാൻ പറ്റില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. മതം പൊട്ടത്തരം എന്ന് പറയുമ്പോൾ അതിൽ എല്ലാ മതങ്ങളും ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റു മതങ്ങളെ സംബന്ധിച്ച് പറയാൻ ഞാൻ ആളല്ല. ഞാനിവിടെ പറയുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചാണ്. തീർച്ചയായിട്ടും റഫീഖ് സലഫിക്ക് അത് മനസ്സിലായിട്ടുണ്ട്. മതം എന്ന് പറയുമ്പോൾ എല്ലാ മതങ്ങളും പെടൂലേ എന്നാണ്. എല്ലാ മതങ്ങളും പെടുന്നതിൽ കുഴപ്പമില്ല, ഇസ്ലാം ഇല്ലാത്ത ബാക്കി എല്ലാ മതങ്ങളും പൊട്ടത്തരാണെന്ന് ഒരാൾ പറഞ്ഞു നോക്കട്ടെ. റഫീഖ് സലഫി അല്ലെങ്കിൽ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞത് ഇങ്ങനെയാണെങ്കിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഇസ്ലാം ഒഴികെയുള്ള ബാക്കി എല്ലാ മതങ്ങളും അന്ധവിശ്വാസവും പൊട്ടത്തരവുമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് റഫീഖ് സലഫി ഉടനെ എടുത്തോണ്ട് പോകും. കണ്ടോ, നോക്കൂ, ലോകം ചുറ്റുന്ന സഞ്ചാരി പറയുന്നത് കേൾക്കൂ എന്ന് പറഞ്ഞിട്ട് തമ്മിലിട്ട് വീഡിയോ ചെയ്യും. പക്ഷെ എല്ലാ മതങ്ങളും പൊട്ടത്തരമാണ് എന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കാൻ പറ്റില്ല. കാരണം അതിനകത്ത് ഇസ്ലാമും പെടും. ഇസ്ലാം പെടും എന്ന് പറഞ്ഞാൽ ഇസ്ലാം പൊട്ടത്തരമാണ് എന്ന് പറഞ്ഞാൽ പോക്കിരി ജീവനുണ്ടെങ്കിൽ സമ്മതിക്കാൻ പറ്റുമോ? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് പൊട്ടത്തരമല്ല, അന്ധവിശ്വാസമല്ല, മറിച്ചത് ദൈവീകമാണ്. പ്രപഞ്ചനാഥൻ അവന്റെ പ്രവാചകനായ അന്തിമദൂതൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വാനലോകത്ത് നിന്ന് ഭൂവനത്തിലേക്ക് അവതരിപ്പിച്ചു കൊടുത്ത ദിവ്യവചനങ്ങളാണ് സത്യത്തിൽ വിശുദ്ധ ഖുർആൻ. അതിന്റെ സന്ദേശമാണ് ഇസ്ലാം. അതിൽ പൊട്ടത്തരമില്ല എന്നത്, അതല്ലെങ്കിൽ അതിൽ അന്ധവിശ്വാസമില്ല എന്നത് വസ്തുനിഷ്ഠമായി തെളിയിക്കാൻ നമുക്ക് കഴിയുകയും ചെയ്യും എന്ന കാര്യം ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇസ്ലാമിനകത്ത് പ്രധാനമായിട്ടും 2 അന്ധവിശ്വാസങ്ങൾ. ആ 2 അന്ധവിശ്വാസമാണ് ഇസ്ലാം. പ്രപഞ്ച സൃഷ്ടാവായ സർവശക്തനായ എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവമായ അള്ളാഹു എന്നൊരു അന്ധവിശ്വാസവും, ആ അള്ളാഹു പറഞ്ഞയച്ച ദൂതനാണ് പ്രവാചകൻ എന്ന അന്ധവിശ്വാസം. അപ്പൊ ഈ അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് ഈ മതം. ഇസ്ലാമിനെ കുറിച്ച് സ്പെസിഫിക് ആയിട്ട് റഫീഖ് സലഫി പറയുന്നതുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് പറയുന്നു. ഇദ്ദേഹം പറയുന്നത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ പൊട്ടത്തരമല്ല, അന്ധവിശ്വാസമല്ല. അത് വാനലോകത്ത് നിന്ന് പ്രപഞ്ച സൃഷ്ടാവായ ദൈവം തമ്പുരാൻ ദൂതൻ മുഖേന അദ്ദേഹത്തിന്റെ നിയോഗിച്ച പ്രവാചകനിലേക്ക് അദ്ദേഹത്തിന്റെ മലക്ക് മുഖേന ആകാശത്തുനിന്ന് അല്ലെങ്കിൽ വാനലോകത്തുനിന്ന് ഇറക്കിക്കൊടുത്ത ദിവ്യ സന്ദേശത്തിൽ അധിഷ്ഠിതമാണ് ഇസ്ലാം. ഇതിനെയാണ് സലഫി അന്ധവിശ്വാസം എന്ന് പറയുന്നത്. ഞാൻ അതാ പറഞ്ഞു, ഇസ്ലാമിൽ ശരിക്കും അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ ഒറ്റ അന്ധവിശ്വാസമാണ്. ബാക്കിയെല്ലാം അതിന്റെ ഉപ അന്ധവിശ്വാസങ്ങളാണ്. എന്താണ് ആ കോർ അന്ധവിശ്വാസം? അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഷഹാദത്ത് കലിമയാണ് ഇസ്ലാമിലെ ഏറ്റവും വലിയ അന്ധവിശ്വാസം. ആ അന്ധവിശ്വാസത്തിന്റെ വിത്തിൽ നിന്ന് മുളച്ചു പൊങ്ങിയിട്ടുള്ളതാണ് ബാക്കിയെല്ലാം. നോക്കൂ, ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾ സാക്ഷ്യം വഹിക്കുകയാണ്. ഏത് പ്രായത്തിലാ? ചെറിയ കുട്ടികൾ, 8 വയസ്സ്, 10 വയസ്സ്, 12 വയസ്സ്, 20 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ സാക്ഷ്യം വഹിക്കുകയാണ്. എന്താണ്? അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾക്ക് പൂർണ്ണ ബോധ്യമുള്ള, ആൾ അനുഭവിച്ച കാര്യം, അയാൾക്ക് അറിവുള്ള കാര്യം, അയാൾക്ക് തെളിവുള്ള കാര്യമാണല്ലോ ഒരാൾ സാക്ഷ്യം പറയാം, അല്ലെ? സാക്ഷ്യം പറയേണ്ടത് എനിക്ക് അങ്ങനെ തോന്നുന്നു, എന്റെ യുക്തിക്ക് അങ്ങനെ മനസ്സിലായി, ഇതാണോ സാക്ഷ്യം? അല്ല, ബോധ്യം. ചെറിയ കുട്ടികൾ സാക്ഷ്യം പറയാണ് ഈ ലോകത്തിന്റെ സൃഷ്ടാവായ അള്ളാഹു അല്ലാതെ വേറെ ദൈവമില്ല. 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി, 2ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി എന്ന് മാത്രമല്ല, മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണ്, അന്ത്യപ്രവാചകനാണ് എന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. മുഹമ്മദ് നബിനെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഇനി ഞാൻ പറയുന്നത് മുഹമ്മദ് നബി അള്ളാഹു നിയോഗിച്ച പ്രവാചകനാണെന്ന് മുഹമ്മദ് നബിക്ക് തന്നെ തെളിവില്ല. മുഹമ്മദ് നബിക്ക് തന്നെ തെളിയില്ല, ഉറപ്പൊന്നുമില്ല മുഹമ്മദ് നബിക്ക്. മുഹമ്മദ് നബി എങ്ങനെയാണ് അത് കൺഫേം ചെയ്തത് എന്നത് എന്റെ ചോദ്യം അവിടെ കിടക്കുന്നുണ്ട്. അതിന് ചില ആളുകൾ എന്റെ പേരും പറയാതെ കുറെ മറുപടി വീഡിയോകളൊക്കെ ഇട്ടത് കണ്ടു. റിസാലത്തിന്റെ തെളിവുകൾ, 32 തെളിവുകൾ, 28 തെളിവുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നുമില്ല. പട്ടപൂജ്യമാണ് തെളിവ്. മുഹമ്മദ് നബി ദൈവത്തിന്റെ, അള്ളാഹു എന്നൊരു ദൈവമുണ്ട് എന്ന് സങ്കല്പിച്ചാൽ പോലും ആ ദൈവം നിയോഗിച്ച പ്രവാചകനാണ് താൻ എന്നതിന് അത് കൺഫേം ചെയ്യാനുള്ള ഒരു തെളിവും മുഹമ്മദിന് കിട്ടിയിട്ടില്ല. മുഹമ്മദിന്റെ സമകാലികർക്ക് അത് ബോധ്യപ്പെടുത്താൻ മുഹമ്മദിന് കഴിഞ്ഞിട്ടും ഇല്ല. അപ്പൊ ഈ അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് ഇസ്ലാം. അപ്പൊ റഫീഖ് സലഫി എന്തുകൊണ്ടാണ് പിന്നെ അതിൽ അന്ധവിശ്വാസം ഇല്ല എന്ന് പറയുന്നത്? ആകെ നനഞ്ഞാൽ പിന്നെ കുളിരില്ല, അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങളൊരു തണുപ്പുള്ള അന്തരീക്ഷത്തിൽ, തണുപ്പുള്ള തടാകത്തിൽ ഇറങ്ങി നിന്നാൽ പിന്നെ നിങ്ങൾക്ക് വേറെ തണുപ്പൊന്നുമില്ല, നിങ്ങൾ ആകെ കുളിരിലാണ്. പിന്നെ നിങ്ങളുടെ മുഖത്തേക്ക് മേലിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് തണുപ്പൊന്നും തോന്നില്ല. കാരണം അതങ്ങനെയാണ്, നിങ്ങൾ അന്ധവിശ്വാസത്തിലാണ്. അന്ധവിശ്വാസത്തിന്റെ നാമ്പിൽ കിളിർത്ത ഒരു അന്ധവിശ്വാസ ചെടി മാത്രമാണ് ഇസ്ലാം. അതുകൊണ്ടാണ് റഫീഖ് സലഫിക്ക് അത് അന്ധവിശ്വാസമാണ് എന്ന് പോലും മനസ്സിലാവാറ്.
ഇനി താങ്കൾ പറഞ്ഞല്ലോ മതം പൊട്ടത്തരമാണ് എന്ന്, അല്ലെങ്കിൽ അന്ധവിശ്വാസമാണ് എന്ന്. താങ്കളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് സാധിക്കുമോ ഇസ്ലാമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അന്ധവിശ്വാസമായിട്ടുള്ളത് അതല്ലെങ്കിൽ പൊട്ടത്തരമായിട്ടുള്ളത്? താങ്കൾക്ക് അതൊന്ന് ലിസ്റ്റ് ചെയ്യാൻ കഴിയുമോ? അതൊന്ന് പോയിന്റ് ഔട്ട് ചെയ്യാൻ താങ്കൾ തയ്യാറാകുകയാണെങ്കിൽ അത് താങ്കളുടെ വെളിച്ചത്തിലേക്കുള്ള സഞ്ചാരത്തിന്റെ യാത്രയുടെ ഒരു തുടക്കമായിരിക്കുമെന്ന് പറയാൻ എനിക്ക് സാധിക്കും. അതെ, സന്തോഷ് ജോർജ് കുളങ്ങര അതാണ് പറയുകയാണെങ്കിൽ, അതായത് ഇസ്ലാമിൽ എന്തൊക്കെ അന്ധവിശ്വാസമാണുള്ളത്, എന്തൊക്കെ പൊട്ടത്തരാണുള്ളത് എന്ന് വിശദീകരിച്ചാൽ ലിസ്റ്റ് ചെയ്താൽ അന്ന് മുതൽ സന്തോഷ് ജോർജ് കുളങ്ങര ഇസ്ലാമിന്റെ വെളിച്ചത്തിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ കഴിഞ്ഞ 3.5 കൊല്ലമായിട്ട് ഈ പണിയാണ് ചെയ്യുന്നത്. എന്ത്? ഇസ്ലാമിന്റെ അന്ധവിശ്വാസങ്ങൾ, ഇസ്ലാമിലെ പൊട്ടത്തരങ്ങൾ, ഇസ്ലാമിന്റെ മാനവിക വിരുദ്ധത, ഇസ്ലാം ആധുനിക മനുഷ്യനെ എന്തുകൊണ്ട് യോജിച്ചതല്ല, ഇസ്ലാം ആ മതത്തിനകത്തുള്ള മനുഷ്യരെ എങ്ങനെ ബാധിക്കുന്നു, ചുറ്റുമുള്ള മനുഷ്യരെ എങ്ങനെ ബാധിക്കുന്നു, എന്തുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്ന ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ഈ വ്യവസ്ഥാപിത മതം മാനവിക സമൂഹത്തിന് ഗുണകരമല്ല, മുസ്ലിം സമൂഹത്തിനും ലോകത്തിന് പൊതുവിലും അത് ഗുണകരമല്ല എന്നതിന്റെ കൃത്യമായ കാരണങ്ങൾ തെളിവ് നിരത്തി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു വെളിച്ചവും കണ്ടില്ല, മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ ജ്യോതിയും വന്നില്ല, പുകയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടയും വന്നില്ല. പിന്നെ സന്തോഷ് ജോർജ് കുളങ്ങര അതാണ് വിമർശിക്കാൻ തുടങ്ങിയാൽ ഉടനെ അദ്ദേഹത്തിന് ഹിദായത്തിന്റെ വെളിച്ചം കിട്ടും എന്ന് റഫീഖ് സലഫി സ്വപ്നം കാണുന്നതിന്റെ ലോജിക്ക് എന്താണ് എന്ന് മനസ്സിലായില്ല. ആ ലോജിക്ക് ഇങ്ങനെയാണ്, ഈ മാർക്കറ്റിങ്ങിലൊക്കെ ഒരു തന്ത്രമായിട്ട് പ്രയോഗിക്കാറുണ്ട്. ഇത് അവരും മേടിച്ചു, ഇവരും മേടിച്ചു, അവരുടെ കയ്യിലുണ്ട്, ഇവരുടെ കയ്യിലുണ്ട്, അല്ലേ? ഈ ഡയറക്റ്റ് മാർക്കറ്റിങ്ങിനൊക്കെ വീട്ടിൽ വരുന്ന കുട്ടികൾ പറയും, സാർ ഇത് നല്ല പ്രൊഡക്റ്റാണ്, നിങ്ങൾ അടുത്ത വീട്ടിലെ ആ ഒരു ടീച്ചർ ഉണ്ടല്ലോ അവർ 2 എണ്ണമാണ് മേടിച്ചത്, കാരണം അത് അത്രയും അത്യാവശ്യമുള്ള സാധനമാണ്, അതുകൊണ്ട് നിങ്ങളിത് നോക്കിക്കോളൂ എന്നതുപോലെ റഫീഖ് സലഫി ഒരു മാർക്കറ്റിംഗ് തന്ത്രം പയറ്റാണ്. കേട്ടോളി. കാരണം ഇസ്ലാമിനെ ശക്തമായ നിലയ്ക്ക് വിമർശിച്ച പലരും ലോകത്ത് കടന്നുപോയിട്ടുണ്ട്. അവരൊക്കെ പിന്നീട് അതിന്റെ അനുയായികളായി മാറിയ ചരിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നിങ്ങൾക്ക് തന്നെ അതിൽ ധാരാളം സെർച്ച് ചെയ്താൽ കാണാൻ കഴിയും. ഇന്നിന്റെ ലോകത്ത് തന്നെ ധാരാളം ഉദാഹരണങ്ങൾ ആ വിഷയത്തിൽ നമുക്ക് എടുത്തു കാണിക്കാൻ കഴിയും. അപ്പൊ സന്തോഷ് ജോർജ് കുളങ്ങരോട് പറയാണ്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ധാരണ ഇല്ലാത്തതുകൊണ്ടാണ്, നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒന്ന് പഠിച്ച് മനസ്സിലാക്കിയാൽ വിമർശിക്കാൻ വേണ്ടിയിട്ടെങ്കിലും നിങ്ങളൊന്ന് ഖുർആൻ എടുത്ത് വായിച്ചെങ്കിലോ നിങ്ങൾക്ക് ദീനിന്റെ വെളിച്ചം കിട്ടും എന്നാണ് റഫീഖ് സലഫി പറയുന്നത്. അതൊരു ഒരു ഒരു പേടിപ്പിക്കലാണ്. നീ എങ്ങാനും അത്രയ്ക്ക് ആത്മവിശ്വാസത്തോടു കൂടി ഒരാൾ പറയുമ്പോൾ ഇത് എന്തോ ഉണ്ടെങ്കിലോ എന്ന് സന്തോഷ് ജോർജ് കുളങ്ങര എങ്ങാനും ഒന്ന് ആലോചിച്ചാലോ. ഇതാണ് ടെക്നിക്. ഓക്കെ, എന്തായാലും സംഗതി ഇത്രേ ഉള്ളൂ. സന്തോഷ് ജോർജ് കുളങ്ങര ഇസ്ലാമിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്ക് ഇസ്ലാമിനെ കുറിച്ച് ധാരണയില്ലാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ട് വിമർശിക്കൂ സുഹൃത്തെ. പിന്നെ അന്ധവിശ്വാസികൾ, അത് മതവിശ്വാസികളിലുമുണ്ട് അല്ലാത്തവരിലുമുണ്ട്. അതിനൊന്നും മതം ഉത്തരവാദിയല്ല എന്ന് താങ്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ നോക്കൂ, നിങ്ങൾ മനുഷ്യരുണ്ടാക്കിയ തന്നെ പല ഭൗതിക പ്രസ്ഥാനങ്ങളും തനിച്ച അന്ധവിശ്വാസമല്ലേ വെച്ച് പുലർത്തുന്നത്? പിന്നെ അദ്ദേഹം പറയുന്നത് പിന്നെ അന്ധവിശ്വാസത്തിന്റെ കാര്യം മനസ്സിലായോ? മതവിശ്വാസം മാറ്റി വെച്ച് അന്ധവിശ്വാസം. ഇസ്ലാം ഇപ്പൊ സേഫ് ആയല്ലോ, ഇസ്ലാമിൽ അന്ധവിശ്വാസം ഒന്നുമില്ല. അത് സന്തോഷ് ജോർജ് കുളങ്ങര പഠിക്കാൻ തയ്യാറായാൽ അപ്പം തന്നെ വെളിച്ചം കിട്ടും. അതുകൊണ്ട് അതാണ് മാറ്റി വെച്ചു. ഇസ്ലാമിൽ അന്ധവിശ്വാസം ഒന്നുമില്ല. അത് വായന ലോകത്ത് നിന്ന് സർവശക്തനായ ദൈവം മാലാക മുഖാന്തരം പ്രവാചകനിലേക്ക് ദൂതൻ വശം കൊടുത്തയച്ച സാധനമാണ്. അപ്പം അതിനകത്ത് അന്ധവിശ്വാസമൊന്നുമില്ല. അത് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ചാൽ നിങ്ങൾ അപ്പം തന്നെ ഷഹാദത്തിൽ ചെല്ലും. അപ്പം അല്ലെങ്കിൽ അടുത്ത 2 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ ഷഹാദത്തിൽ ചെല്ലും. പിന്നെ അന്ധവിശ്വാസം മതത്തിലുണ്ട്, മതത്തിന് പുറത്തുണ്ട്. അപ്പം തെളിവുകൾ നിരത്താണ്. ഇസ്ലാം അന്ധവിശ്വാസമല്ല എന്ന് തെളിവ് നിരത്തും എന്ന് നിങ്ങൾ സ്വപ്നം കാണും, നിങ്ങൾ വിചാരിക്കും, അതൊന്നും നടക്കില്ല. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം അതേപോലെ തന്നെയാണ്. അതായത് ഇസ്ലാം മാത്രമല്ല, ഞങ്ങൾ മാത്രമല്ല, അവരെല്ലാവരും ഇങ്ങനെ തന്നെയാണ് എന്നാണ് പിന്നെയുള്ള പറച്ചിൽ. ഇസ്ലാം മാത്രമാണോ മനുഷ്യന്മാരുണ്ടാക്കിയത്? ആലോചിക്കണം. ഇസ്ലാം അന്ധവിശ്വാസമല്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടി റഫീഖ് സലഫി പറയാണ്, മനുഷ്യന്മാരുണ്ടാക്കിയ എന്തോരം പ്രത്യയശാസ്ത്രങ്ങളും ആദർശങ്ങളും നിയമങ്ങളും കടുത്ത അന്ധവിശ്വാസമാണ്. ഇനി അദ്ദേഹം മാർക്സിസത്തെക്കുറിച്ചും കമ്മ്യൂണിസത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് അത് മനുഷ്യരാശിക്കുണ്ടാക്കിയ വിപത്തുകളെ കുറിച്ച് പറയുന്നു, അതിന്റെ രാഷ്ട്രീയ കൊലപാതകങ്ങളെ കുറിച്ച് പറയുന്നു. ഇതൊക്കെ പറഞ്ഞിട്ട് പറയാണ് അതിനേക്കാളൊക്കെ മെച്ചം തന്നെയാണ് ഇസ്ലാം. പിന്നെ വേറൊരു അന്ധവിശ്വാസം, ഏറ്റവും കടുത്ത മനുഷ്യനിർമ്മിത അന്ധവിശ്വാസമാണ് എന്താ പറയുക? നിരീശ്വരവാദം. അപ്പൊ നിരീശ്വരവാദം നിങ്ങളുടെ പരിശോധിച്ച് നോക്കൂ, തനിച്ച അന്ധവിശ്വാസമാണ്. ഈ പ്രപഞ്ചം അത്ഭുതകരമായ പ്രപഞ്ചം, ഈ അത്ഭുത പ്രതിഭാസങ്ങളെല്ലാം വെറുതെ ഉണ്ടായതാണ് എന്ന് വിശ്വസിച്ചാൽ നിരീശ്വരവാദിയാകുക. ഇതിന് വലിയ അന്ധവിശ്വാസം ലോകത്തുണ്ടോ? അങ്ങനെയാണോ നിരീശ്വരവാദിയാവുക? എനിക്കറിയില്ല. ഇത് സ്വന്തമായിട്ടുണ്ടായി എന്ന് വിശ്വസിക്കില്ല. അത് വിശ്വസിച്ചാൽ നിരീശ്വരവാദിയാവുന്നാണോ? അത് വിശ്വസിച്ചാലേ നിരീശ്വരവാദിയാവുള്ളൂ എന്നാണോ? എനിക്ക് മനസ്സിലായിട്ടില്ല. അതേ സമയത്ത് വിശ്വാസം യുക്തിഭദ്രമാണ്, അത് അന്ധവിശ്വാസമല്ല. അതിലെങ്ങനെയായിരുന്നു? പണ്ട് ആകാശവും ഭൂമിയൊക്കെ ഒട്ടിച്ചേർന്നുണ്ടായിരുന്നു. അതൊരു ജലവിധാനമായിരുന്നു, ജലത്തിന്റെ മുകളിലായിരുന്നു, ആനയായിരുന്നു, ചേനയായിരുന്നു. എന്താ തെളിവ്? ദൈവം മാലാക മുഖാന്തരം മുഹമ്മദ് നബിക്ക് കൊടുത്തയച്ച കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിപ്പറ എന്ത് തെളിവുണ്ട്? അത് അന്ധവിശ്വാസമല്ല. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിന്റെ രഹസ്യങ്ങളെക്കുറിച്ച് ശാസ്ത്രീയമായ അവലോകനം നടത്തണമെന്നും പഠിക്കണമെന്നും മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്നും നമ്മുടെ അറിവുകൾക്ക് പരിമിതിയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന്റെ അറിവ് ഉറവിടം തേടി അന്വേഷണം നടത്തുന്ന ശാസ്ത്രീയമായ മനോവൃത്തി കടുത്ത അന്ധവിശ്വാസവും. അത് കുൻ ഫയക്കൂൻ, അതാണ്. അത്ര സിമ്പിളാണ്. ഈ പ്രപഞ്ച പ്രതിഭാസങ്ങളൊക്കെ അല്ല എങ്ങനെ ഉണ്ടാക്കിയത്? കുൻ ഫയക്കൂൻ. ഉണ്ടാവുമെന്ന് പറഞ്ഞു, ഉണ്ടായി. സിമ്പിൾ അല്ലേ? പാത്തുമ്മയുടെ ആട് എന്ന് പറഞ്ഞിട്ട് ഒരു നോവൽ നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് മലയാളം
പാഠപുസ്തകമായിട്ടുണ്ട്. അതിനകത്ത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രസവരംഗം വർണ്ണിക്കുന്നുണ്ട്. എങ്ങനെയത്? ഠും പാത്തുമ്മയുടെ ആട് പെറ്റു. ഇത്ര സിമ്പിളാണ് സുഹൃത്തുക്കളെ. എന്ത്? പ്രപഞ്ചം ഉണ്ടായി വന്നത്, സൃഷ്ടിപ്പ്, പ്രപഞ്ച സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞാൽ പാത്തുമ്മയുടെ ആടിന് വൈക്കം മുഹമ്മദ് ബഷീർ ഠും എന്ന് പറയുന്നു, ഖുർആനിൽ അള്ളാഹു കുൻ എന്ന് പറയുന്നു. ഇത്ര വ്യത്യാസമുള്ളൂ. അപ്പം എങ്ങനെയാണോ പാത്തുമ്മയുടെ ആടില് ആട് പ്രസവിക്കുന്നത് അത്ര ലളിതമായിട്ടാണ് അള്ളാഹുവിന്റെ പ്രപഞ്ച സൃഷ്ടിപ്പ് എന്ന് വിശ്വസിക്കൽ, കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസവും പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി എങ്ങനെയാണ് എന്ന് നൂറ്റാണ്ടുകളായി മനുഷ്യൻ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതും ഇതിന് പിന്നിൽ ഏതെങ്കിലും ഒരു ശക്തി ഉള്ളതായിട്ട് നിലവിൽ തെളിവില്ല, അങ്ങനെ ഒരു ശക്തി മനുഷ്യരുടെ ജീവിതത്തിൽ നേരിട്ട് വന്ന് ഇടപെടുന്നതിന് കൃത്യമായ തെളിവില്ല എന്ന് പറയുന്നത് അന്ധവിശ്വാസം. എന്ന് പറഞ്ഞാൽ ഇസ്ലാം അല്ലാത്തതൊക്കെ അന്ധവിശ്വാസം, ഇസ്ലാം മാത്രം ശരി. ഇതാണ് കഥ. ഇങ്ങനെ മനുഷ്യരുണ്ടാക്കിയ ഈ അടുത്ത കാലത്തും അതിനു മുമ്പുമൊക്കെ മനുഷ്യരുണ്ടാക്കിയ മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ ഉദയം ചെയ്ത ഭൗതിക പ്രസ്ഥാനങ്ങൾ, സന്തോഷ് സാറോട് ഞാൻ ചോദിക്കട്ടെ, അവരൊക്കെ എന്ത് നന്മയാണ് മാനവരാശിക്ക് നൽകിയത്? എന്താണ് മാനവരാശിക്ക് മുമ്പിൽ അവർക്ക് കാണിക്കാനുള്ളത്? അല്ലെങ്കിൽ മാനവരാശിയെ ക്ഷണിക്കാൻ എന്താണ് അവരുടെ കൈകളിലുള്ളത്? ഒന്നുമില്ല. ഇന്ന് നമ്മൾ നല്ലത് എന്ന് വിചാരിക്കുന്നതൊക്കെ മനുഷ്യന്മാർ തന്നെ ചിന്തിച്ചുണ്ടാക്കിയതാണ്. അത് മതത്തിൽ നിന്നായാലും മതത്തിന് പുറത്തായാലും, രാഷ്ട്രീയമായാലും സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള കാര്യങ്ങളായാലും ധാർമ്മികമായ കാര്യങ്ങളായാലും ഒക്കെ മനുഷ്യൻ അവരവരുടെ സുഗമമായ മുന്നോട്ട് പോക്കിന് അവർ കണ്ടെത്തുന്ന സങ്കേതങ്ങളും നിയമങ്ങളും ആശയങ്ങളും ആദർശങ്ങളും അത് നിലനിൽക്കും. അത് മനുഷ്യർക്ക് സ്വീകാര്യമായതും മനുഷ്യർക്ക് പൊതുവിൽ ഗുണകരമായതും മനുഷ്യർ കൂടുതൽ സ്വീകരിക്കും. ഇതാണ് അതിന്റെ ഒരു കാരണം. ഇനി ഇസ്ലാം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൽ നിന്നും ഉണ്ടായതുകൊണ്ടാണോ? അല്ല, അത് മനുഷ്യനിർമ്മിതമാണ്. മനുഷ്യനിർമ്മിത ഭൗതിക പ്രത്യയശാസ്ത്രം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇസ്ലാം പെടൂല എന്ന പ്രഫീഖ് സലഫി വിചാരിക്കുന്നത്. മനുഷ്യനിർമ്മിത ഭൗതിക പ്രത്യയശാസ്ത്രങ്ങളിൽ ഇസ്ലാമും പെടും, ക്രിസ്ത്യാനിറ്റിയും പെടും, ജൂതമതവും പെടും, എല്ലാ ഹലാക്കും പെടും. എല്ലാം മനുഷ്യനിർമ്മിത ഭൗതിക പ്രത്യയശാസ്ത്രങ്ങളാണ്. ഈ ഭൂമിക്ക് മുകളിൽ ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ നിന്ന് ചില ആളുകൾ ചില താല്പര്യങ്ങളെ മുൻനിർത്തി, ചില ആവശ്യങ്ങളെ മുൻനിർത്തി രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള നിയമസംഹിതകൾ, അത്രയാണ് മതം. അതിൽ കൃത്യമായി ഇന്ന് കാണുന്ന തരത്തിലുള്ള ഈ ശിക്ഷ, അതുപോലെ തന്നെ നീതിന്യായ വ്യവസ്ഥിതി, ഇത്തരം പോലീസിങ് സംവിധാനങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് മുൻപ് ശിക്ഷ, പ്രതിഫലം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ മുൻനിർത്തി മനുഷ്യരെ ഒന്ന് അനുസരണയുള്ളവരാക്കാനും നിയമം അനുസരിക്കാൻ പ്രേരിപ്പിക്കാനും ഒക്കെ വേണ്ടി ഉണ്ടാക്കിയെടുത്ത കഥ മാത്രമാണ് ദൈവം. പിന്നെ മനുഷ്യന്റെ സ്വാഭാവികമായിട്ടും അജ്ഞതയിൽ നിന്ന് ഉടലെടുത്ത അവരുടെ ഭയങ്ങളും അതുപോലുള്ള കുറെ കാര്യങ്ങൾ, ഇത് രണ്ടും ചേർന്നിട്ടാണ് മതങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളതും നിലനിന്നിട്ടുള്ളതും. അത് എത്ര ശക്തമായിട്ട് മനുഷ്യർ ഭൗതികമായി എത്ര ശക്തമായിട്ട് ഇമ്പോസ് ചെയ്യാൻ കഴിയുന്നോ അത്ര ശക്തമായിട്ട് അത്ര കാലം മതം നിലനിൽക്കും. എത്ര ലൂസായിട്ടാണ് ഈ മതം പ്രവർത്തിക്കുന്നത്, അത് ദൈവവിശ്വാസമായാലും മതമായാലും, എത്ര ലിബറൽ ആയിട്ടാണ്, എത്ര ആളുകൾക്ക് ഫ്രീഡം കൊടുത്തുകൊണ്ടാണ്, സഹിഷ്ണുതയോടുകൂടിയാണ് ഒരു മതം പ്രവർത്തിക്കുന്നതെങ്കിൽ ആ നിലവാരത്തിൽ കാലം മുന്നോട്ട് പോകുമ്പോൾ മതങ്ങൾ ക്ഷയിക്കും. അതാണ് മതങ്ങളുടെ എല്ലാം ചരിത്രം. ഏറ്റവും ശക്തമായി നിലനിൽക്കുകയും ഏറ്റവും കെട്ടുറപ്പോടുകൂടി നിലനിൽക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത് മതമായാലും രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും അത് വളരെ കണിശമായ മനുഷ്യത്വ വിരുദ്ധമായ നിയമങ്ങൾ ഉൾപ്പെടെയുള്ള ക്രൂരമായ നിയമങ്ങളും കൃത്യമായ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തുന്നു എന്നേ അർത്ഥമുള്ളൂ. ഇപ്പൊ ഇസ്ലാം എങ്ങനെയാണ് ലോകത്ത് നിലനിൽക്കുന്നത്? മുസ്ലിം രാജ്യങ്ങളിൽ അകത്ത് നടക്കുന്ന സർവേകളിൽ പുറത്തു വരുന്ന കാര്യം, ഇസ്ലാം എന്ന് പറയുന്ന ഭൗതികമായ രാഷ്ട്ര സംവിധാനത്തിന്റെ നിയമങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് അവരങ്ങനെ നിയമം അനുസരിച്ച് ജീവിക്കുന്നു എന്നേ ഉള്ളൂ. അതല്ലാതെ ഇതിന്റെ ദൈവികതയിലൂന്നിയ തെളിവിന്റെ അടിസ്ഥാനത്തിൽ അവർ ആ മതത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് ഇസ്ലാമിക നിയമം അനുസരിക്കുകയല്ല ചെയ്യുന്നത്. മതനിയമങ്ങൾ രാഷ്ട്ര നിയമങ്ങളായിട്ട് ഇമ്പോസ് ചെയ്യപ്പെടുന്നിടത്ത് ആ ജനത ഗതികേട് കൊണ്ട് അതനുസരിക്കുന്നു. അങ്ങനെ നിങ്ങൾ അതിനെ ഇസ്ലാമിക രാഷ്ട്രം എന്ന് പേര് വിളിക്കുന്നു. അത്ര ലളിതമാണ്. അപ്പൊ ഭൗതികമായി ഉണ്ടായി വന്നതും ഭൗതികമായി നിലനിർത്തിക്കൊണ്ടുപോകുന്നതുമായിട്ടുള്ള ഭൗതിക പ്രത്യയശാസ്ത്രങ്ങൾ, മനുഷ്യനിർമ്മിത ഭൗതിക പ്രത്യയശാസ്ത്രങ്ങൾ തന്നെയാണ് ഇസ്ലാം ഉൾപ്പെടെയുള്ള സകല മതങ്ങൾ. ഇസ്ലാം എന്ന് പറയുന്ന മതം ഉണ്ടാക്കിയത് മുഹമ്മദാണ്. ഈ പല ആൾക്കാരും പറയുന്ന വലിയൊരു കഥയാണ് ഇസ്ലാമിന്റെ ഉപജ്ഞാതാവ് വേറെ ആരാണ്, അള്ളാഹ്, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്നാണ്. ഒന്നുമല്ല, മുഹമ്മദ് ഉണ്ടാക്കിയ മതമാണ് ഇസ്ലാം. മുഹമ്മദിന് മുമ്പ് ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതത്തിന് മുഹമ്മദിന് മുൻപ് മുഹമ്മദ് പറഞ്ഞതല്ലാത്ത ഒരു തെളിവ് നിങ്ങൾ കൊണ്ടുവരും. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം. അപ്പം ഇസ്ലാം മതത്തിന്റെ സ്ഥാപകൻ ആരാണ്? വിശ്വാസികൾ സമ്മതിക്കൂല, പക്ഷെ വിശ്വാസികൾ ആലോചിച്ചിട്ട് തെളിവ് അന്വേഷിക്കേ, ഉസ്താദ്മാരോട് ചോദിക്കേ, ആരാണ് ഇസ്ലാം ഉണ്ടാക്കിയത്? മുഹമ്മദ് നബി. മുഹമ്മദ് നബി അല്ലാതെ ഇസ്ലാം ഉണ്ടാക്കിയിട്ടില്ല, ഇസ്ലാം ഉണ്ടായിട്ടില്ല. വിശ്വാസികൾ തെളിവ് അന്വേഷിച്ചോളൂ, കിട്ടുകയാണെങ്കിൽ പറഞ്ഞു തരും, നമുക്കൊക്കെ പഠിക്കാലോ. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നൂറ്റാണ്ടുകളിൽ അതിജയിച്ച ഒരു ആദർശമാണ് ഇസ്ലാം. അതിന് കൃത്യമായൊരു കാഴ്ചപ്പാടുണ്ട്, കൃത്യമായൊരു സന്ദേശമുണ്ട്. അത് ഇസ്ലാമിന്റെ മാധുര്യവും അതിന്റെ പ്രകാശവും മനസ്സിലാക്കിയവർക്കാണ് ഈ രൂപത്തിലുള്ള ഭൗതിക പ്രസ്ഥാനങ്ങളുടെ ഇരുട്ട് മനസ്സിലാക്കാൻ കഴിയുക. അതിനെ സംബന്ധിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും താങ്കൾ തയ്യാറാകണമെന്നാണ് ഈ സന്ദർഭത്തിൽ താങ്കളോട് എനിക്ക് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ എല്ലാ മതങ്ങളും അങ്ങനെ ആയിരിക്കുമല്ലോ. ഇസ്ലാം മാത്രം ദൈവത്തിൽ നിന്നുള്ളതും ബാക്കിയെല്ലാം മനുഷ്യനിർമ്മിതവുമാണ് എന്നാണോ നിങ്ങൾ വാദം? ഇസ്ലാം അല്ലാത്തതൊക്കെ പൊട്ടത്തരവും, ഇസ്ലാം മാത്രം യുക്തിഭദ്രവും ദൈവികവും, അങ്ങനെ വാദങ്ങൾക്കുണ്ടോ? അങ്ങനെ വാദം നിങ്ങൾക്കുണ്ട്.
അതുകൊണ്ടാണ് നമ്മൾ കുത്തിയിരുന്ന് ഇസ്ലാമിനെ വിമർശിക്കേണ്ടി വരുന്നത് എന്നുകൂടി സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. എല്ലാ മതങ്ങളും നന്മയാണ് പഠിപ്പിക്കുന്നത്, എല്ലാ മതങ്ങളും മനുഷ്യർക്ക് നന്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് എന്ന് ഇസ്ലാമിക സമൂഹം, എല്ലാ മതങ്ങളും ദൈവികമാണ് എന്ന് മുസ്ലിം സമൂഹം അല്ലെങ്കിൽ ഇസ്ലാമിക നേതൃത്വം അംഗീകരിക്കുന്നതോടുകൂടി ഞാൻ ഈ പരിപാടി നിർത്തും. ഇസ്ലാമിനെ മാത്രമായിട്ടുള്ള വിമർശനം നിർത്തും. അതുവരെ ഇസ്ലാമിനെ മാത്രം വിമർശിക്കും തൽക്കാലം. ബാക്കി എല്ലാ മതങ്ങളും വിചാരിക്കുന്നത് മതങ്ങൾ ദൈവികമാണ് എന്നാണ്, ദൈവത്തെ അനുസരിക്കണം, അംഗീകരിക്കണം, നന്നായിട്ട് ജീവിക്കണം എന്നാണ് എല്ലാ മതങ്ങളും പറയുന്നത്. എല്ലാ മതങ്ങളും നന്മയാണ് ആഗ്രഹിക്കുന്നത്, ആവശ്യപ്പെടുന്നത് എന്നാണ് പൊതുവെ എല്ലാ മതങ്ങളും പറയാം. പക്ഷെ ഇസ്ലാം അത് പറയാൻ തയ്യാറല്ല. ഇസ്ലാമിന്റെ പ്രശ്നം അതാണ്. ഇസ്ലാം പറയുന്നത് ഇവിടെ നോക്കൂ, പൊട്ടത്തരം, ഇസ്ലാം പൊട്ടത്തരാറിനെ സമ്മതിക്കൂല, ബാക്കി എന്തായാലും കുഴപ്പമില്ല. അങ്ങനെയാണോ? മറ്റെല്ലാ മതങ്ങളും പോലെ ഒരു മതം, അത്രയേ ഉള്ളൂ ഇസ്ലാമും. പിന്നെ അത് രൂപപ്പെട്ടു വന്ന കാലഘട്ടം, രൂപപ്പെട്ടു വന്ന പ്രദേശം, രൂപപ്പെട്ടു വന്ന ജനവിഭാഗം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ സാംസ്കാരികമായിട്ട് അതിൻ്റെ രീതികളിൽ, സ്വഭാവത്തിൽ, അതിലെ ഭാഷയിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് ഒരു കൊമ്പും, ഈ കമന്റ് ബോക്സിൽ ആരും എഴുതിയതുപോലെ ഇസ്ലാമിന് കൊമ്പൊന്നുമില്ല, പ്രത്യേകിച്ച് ഒരു കൊമ്പുമില്ല. ഇസ്ലാം ജൂതമതത്തിന്റെ വേറൊരു പതിപ്പ്. വേറെ എന്താ ഇസ്ലാം? വേറെ ഒന്നുമില്ല. ഇനി ഇസ്ലാമിന്റെ കോപ്പി ആയിട്ടുള്ള കുറെ സാധനങ്ങളുണ്ട്. കമ്മ്യൂണിസം അതുപോലത്തെ ഒരു സാധനമാണ്. അതും കടുത്ത അന്ധവിശ്വാസമാണ്, അതിൽ സംശയമൊന്നുമില്ല. ഇസ്ലാമിന്റെ കോപ്പിയാണ്. ഇസ്ലാമിന്റെ പല സങ്കേതങ്ങളും നമുക്ക് ജൂതമതത്തിൽ മീൻസ് കമ്മ്യൂണിസത്തിൽ കാണാൻ പറ്റും. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉണ്ടായി വരുന്ന, ഉരുത്തിരിഞ്ഞു വരുന്ന തീവ്ര ദേശീയതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഇന്ത്യയിലെ സംഘപരിവാർ പൊളിറ്റിക്സ്, അവർ മുന്നോട്ട് വെക്കുന്ന ഹിന്ദുത്വ, അത് ഇസ്ലാമിന്റെ വേറൊരു കോപ്പിയാണ് സുഹൃത്തുക്കളെ. ഇസ്ലാമിന്റെ ഇന്ത്യൻ പതിപ്പാണ്, ആധുനിക ഇന്ത്യൻ പതിപ്പാണ്. മുഹമ്മദ് ഇസ്ലാം രൂപീകരിക്കുമ്പോൾ ഉപയോഗിച്ച പല ടെക്നിക്കുകളും ഇന്ത്യയിൽ ഇന്ന് ഈ ഹിന്ദുത്വ രാഷ്ട്രീയം ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് കണ്ണിൽ കാണാൻ കഴിയും. ഇഷ്ടം പോലെ തെളിവുകളുണ്ട്, സമാനതകൾ അനവധിയാണ്. മുഹമ്മദിന് പഠിക്കുകയാണോ ഇവർ എന്ന് സംശയിച്ചാൽ പോലും തെറ്റു പറയാൻ പറ്റില്ല. അപ്പൊ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. പിന്നെ താങ്കൾ പറഞ്ഞല്ലോ, ഇപ്പോൾ 1500 കൊല്ലം പോയിട്ട് ഒരു 75 കൊല്ലം മുമ്പുള്ള മനുഷ്യന്റെ യുക്തിബോധത്തെ സംബന്ധിച്ച് താങ്കൾ പറഞ്ഞല്ലോ. താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മനുഷ്യ സമൂഹം ഓരോ കാലഘട്ടത്തിന് ശേഷമാണ് അത് ഡെവലപ്പ് ചെയ്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുൻഗാമികൾ അവരുടെ ചിന്തയും അവരുടെ ശാസ്ത്രബോധവും അവർ നൽകിയ സംഭാവനകളൊന്നും നമ്മൾ യൂസ് ചെയ്യുകയില്ല, ഉപയോഗപ്പെടുത്തുകയില്ല എന്നൊരാൾ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ മനുഷ്യൻ ആദിമ യുഗത്തിൽ തന്നെയായിരിക്കും. ഇവിടെ മുതൽ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. റഫീഖ് സലഫിക്ക് ഈയിടെയായിട്ട് നല്ല മാറ്റമുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിനു മുൻപ് നമ്മൾ റഫീഖ് സലഫിയുടെ ഒരു വീഡിയോ പരിശോധിച്ചപ്പോഴും ഇതിന് സമാനമായ ഒരു കാര്യം അദ്ദേഹം വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പറയുന്നത് കേട്ടു. കാലം പുരോഗമിക്കും തോറും വൈദ്യശാസ്ത്രത്തിൽ, അതായത് പ്രവാചക ചികിത്സയിലെ ചില കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിൽ അങ്ങനെ അങ്ങോട്ട് കേട്ടപാടെ വിശ്വസിക്കേണ്ടതൊന്നുമില്ല. ചികിത്സാ സംബന്ധമായ, വൈദ്യശാസ്ത്ര സംബന്ധമായ അറിവുകളൊക്കെ ഇങ്ങനെ പുരോഗമിച്ച് പോകുമ്പോൾ പുതിയ അറിവുകൾ വരുമ്പോൾ നമ്മളത് സ്വീകരിക്കുകയാണ് വേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നത് കേട്ടു. അതിന് സമാനമായ ഒരു ആശയമാണ് ഇദ്ദേഹം പറയുന്നത്. അദ്ദേഹം അറിഞ്ഞുകൊണ്ട് പറഞ്ഞാണോ ആ ഉദ്ദേശത്തിൽ പറഞ്ഞാണോ എന്ന കാര്യത്തിൽ എനിക്ക് വ്യക്തതയില്ല. പക്ഷെ ഇവിടെ ഇദ്ദേഹം പറയുന്നത് മതങ്ങൾ അല്ലെങ്കിൽ ശാസ്ത്രചിന്ത, ശാസ്ത്രീയമായ അറിവ്, ഇതൊക്കെ കാലക്രമേണ കാലഘട്ടങ്ങൾ മാറി മാറി വരുന്നതിനനുസരിച്ച് മനുഷ്യ സമൂഹം അവരാർജിച്ച അറിവുകൾ കൈമാറി അത് പതിയെ ഡെവലപ്പ് ചെയ്ത് ഇവോൾവ് ചെയ്ത് ഉരുത്തിരിഞ്ഞ് പരിഷ്കരിക്കപ്പെട്ട് വരികയാണ് ചെയ്യുന്നത്. അത് തുടർച്ചയാണ്. ആ തുടർച്ചകളെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു അറിവിൽ എത്തി നിൽക്കുന്നു എന്നത് മറ്റെല്ലാ അറിവുകളുടെയും അതിൻ്റെ ഹിസ്റ്ററിയെ മുഴുവൻ നിരാകരിച്ചുകൊണ്ടാവരുത്. അങ്ങനെ നിരാകരിക്കാൻ കഴിയില്ല എന്ന് റഫീഖ് സലഫി പറയുന്നിടത്ത് ഒരു കൃത്യമായ പോയിന്റ് ഉണ്ട്. റഫീഖ് സലഫി ഉൾപ്പെടെയുള്ള വിശ്വാസികൾ ഒന്നുകൂടി ഇരുത്തി ചിന്തിക്കേണ്ടുന്ന, നമ്മുടെ സലീം കുമാർ പറഞ്ഞ ഇരുത്തി ചിന്തിക്കലല്ല, ഇരുത്തി ചിന്തിക്കേണ്ടുന്ന ഒരു പോയിന്റിലേക്ക് നമ്മൾ വരാം. അതൊന്നുകൂടി കേൾക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് മുൻഗാമികളുടെ ശാസ്ത്രബോധം, അവർ മനസ്സിലാക്കി വെച്ച കാര്യങ്ങൾ, അതിന്റെ മുകളിലാണ് ഇന്ന് നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ള ശാസ്ത്രം കെട്ടിപ്പടുത്തിട്ടുള്ളത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അതല്ലാതെ നമ്മളൊരു സുപ്രഭാതത്തിൽ ആണ് ശാസ്ത്രത്തിന്റെ വലിയ ആളുകളായി മാറുകയല്ല ചെയ്തത്. മുൻഗാമികൾ അവർ കണ്ടുപിടിച്ച അവരുടെ ശാസ്ത്രബോധത്തിന്റെ മീതെയാണ് ആധുനിക ശാസ്ത്രം കെട്ടിപ്പടുത്തിട്ടുള്ളത്. കൃത്യമാണ്, അതിൽ സംശയമൊന്നുമില്ല. ഇനി എടുത്താൽ പൊങ്ങാത്തൊരു തള്ളു വരുന്നുണ്ട്, അത് വരട്ടെ. ഇദ്ദേഹം ഈ പറഞ്ഞ ശാസ്ത്രീയമായ അറിവുകൾ കാലഘട്ടങ്ങൾക്ക് അനുസരിച്ച് മാറി പുരോഗമിച്ച് ചെറിയ അറിവിൽ നിന്ന് പുതിയ അറിവുകളിലേക്ക്, അതിന്റെ മുകളിൽ പുതിയ അറിവുകളിലേക്ക് വരികയും അതിന്റെ പഴമയെ നിരാകരിക്കാതിരിക്കുകയും ആ പഴമയുടെ പടികളിൽ ചവിട്ടി നിന്നുകൊണ്ട് പുതിയ അറിവുകളിലേക്ക് മനുഷ്യ സമൂഹം ഡെവലപ്പ് ചെയ്ത് പോവുകയുമാണ് ചെയ്യുന്നത് എന്ന് പറയുന്ന ഇതേ വാദമാണ് റഫീഖ് സലഫി. ഇപ്പൊ നിന്നിട്ട് നമ്മൾ ഇന്ന് പറയുന്ന ശാസ്ത്രം മാത്രം ശരി, ഇതിനു മുമ്പുള്ള എല്ലാ ചരിത്രങ്ങളെയും നിരാകരിക്കുന്നതല്ല ശാസ്ത്രീയ ചിന്ത. മതത്തെക്കുറിച്ച് പോലും നമ്മൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ പറഞ്ഞ എന്താ, മനുഷ്യ സമൂഹം ഡെവലപ്പ് ചെയ്തു വരുന്ന കാലഘട്ടങ്ങളിൽ അതിന്റെ ചരിത്ര സന്ധികളിൽ മതങ്ങൾ അവരവരുടേതായ റോളുകൾ നിർവഹിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ആ മതങ്ങൾ നവീകരിക്കപ്പെടരുതെന്നും ഇത് 6-ാം നൂറ്റാണ്ടോടുകൂടി ഇതിന്റെ പരിഷ്കരണ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് സീൽ ചെയ്തിട്ടുണ്ട് എന്നും ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ ഡെവലപ്പ് ചെയ്യണ്ട, ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ അറിവിനെ നിങ്ങൾ വികസിപ്പിക്കേണ്ട, ഈ അറിവ് സമ്പൂർണവും അന്തിമവുമാണ് എന്ന് സീൽ ചെയ്ത ഇസ്ലാമിന്റെ വാദത്തെയാണ് നമ്മൾ നിരാകരിക്കുന്നത്. അതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്.
ഇസ്ലാമിന്റെ പ്രശ്നം അതാണല്ലോ. 6-ാം നൂറ്റാണ്ടിലെ അല്ലെങ്കിൽ 7-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ലോകത്തെക്കുറിച്ചുള്ള അറിവുകൾ സീൽ ചെയ്യപ്പെടുന്നു. നിയമങ്ങൾ, മനുഷ്യന്റെ സാമൂഹിക രാഷ്ട്രീയ വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും നിർത്തലാക്കുന്നു. അവിടെ നിങ്ങൾ ചാണിന് ചാൺ, ഇഞ്ചിന് ഇഞ്ച്, മുഴത്തിന് മുഴം, അതിനെ പിൻപറ്റണം എന്ന് പറയുന്ന ആൾക്കാരാണ് സലഫുകൾ. എന്താ സലഫ് എന്ന് പറഞ്ഞാൽ? റഫീഖ് സലഫിയുടെ പേരിലുള്ള ഈ സലഫി എന്താശയമാണ് പിൻപറ്റുന്നത്? മുഹമ്മദ് നബിയും കൂട്ടരും എന്ത് ചെയ്തോ അതുപോലെ ചെയ്യുക. അവർ പറഞ്ഞത് ശരി, അവർ ചെയ്തത് ശരി. അതിനെ നിരാകരിക്കാതിരിക്കുക, അതിൽ കൂട്ടിച്ചേർക്കാതിരിക്കുക. റഫീഖ് സലഫി നേരത്തെ പറഞ്ഞ അറിവുകൾ, പുതിയ അറിവുകൾ കൂട്ടിച്ചേർക്കുക എന്ന പ്രക്രിയ, അത് നിങ്ങൾ സമ്മതിച്ച പ്രശ്നം തീർന്നു. ഏത് വിഷയത്തിലും, മാനവികതയുമായി ബന്ധപ്പെട്ട്, യുദ്ധ നിയമങ്ങളുമായി ബന്ധപ്പെട്ട്, അടിമത്തവുമായി ബന്ധപ്പെട്ട്, സ്ത്രീകളെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, ഭിന്നലിംഗക്കാരുമായി ബന്ധപ്പെട്ട് ആ കാലഘട്ടത്തിന്റെ അറിവിന്റെ പരിമിതികൾ, അതാണ് ഇസ്ലാമിലുള്ള നിയമങ്ങളുടെ പ്രശ്നമെന്നും അത് പരിഹരിച്ച് പുതിയ കാലത്ത് പുതിയ അറിവിനൊപ്പം ആ അറിവുകൾക്ക് മുകളിൽ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന്റെ പേര് നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പറയപ്പെടുന്ന സാമൂഹ്യ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളിൽ കാലത്തിനനുസരിച്ചുള്ള ഒരു പരിഷ്കരണത്തിന്, അറിവിന്റെ അപ്ഡേഷന് നിങ്ങൾ തയ്യാറായാൽ പിന്നെ ഈ പ്രശ്നമില്ലല്ലോ. അത് തയ്യാറാവാൻ പാടില്ല എന്നാണല്ലോ നിങ്ങളുടെ വാദം. അതുകൊണ്ടാണല്ലോ ഇസ്ലാം വിമർശിക്കപ്പെടുന്നത്. ഇപ്പോൾ പോലും നിങ്ങൾ നോക്കൂ, ഇസ്ലാമിക ലോകത്ത് ഈ ശാസ്ത്രീയമായ അറിവ് എന്നൊക്കെ പറയുമ്പോൾ ഈ ശാസ്ത്രം മുഴുവൻ ഇസ്ലാമിന്റെ ചുമലിൽ കെട്ടിവെച്ചിട്ടുള്ളതാണെന്നും അല്ലെങ്കിൽ ഇതിന്റെ ഒക്കെ പിന്നിൽ, ഇതിന്റെ ഒക്കെ ആണിക്കല്ലി ഇസ്ലാമിനും ഖുർആാനിലുമാണ് എന്ന് ഈ വീഡിയോയിൽ പോലും പറയാൻ റഫീഖ് സലഫി കാണിച്ചിട്ടുള്ള ആ ഒരു ചങ്കൂറ്റം, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൂടി ഒന്ന് കേട്ടോളി. എങ്ങനെയാണ് ശാസ്ത്രീയമായ അറിവുകൾ മനുഷ്യരാശിക്ക് ആർജിക്കാനായത്? 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇസ്ലാം ലോകത്തിന് ശാസ്ത്രീയമായ പല സംഭാവനകളും നൽകി. നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കൂ. മുസ്ലിം ശാസ്ത്രജ്ഞന്മാര് അവർ സംഭാവന ചെയ്ത സംഭാവനകൾ ഇന്ന് കാണുന്ന മിക്ക ശാസ്ത്ര സത്യങ്ങളുടെയും ശാസ്ത്ര വിജ്ഞാനങ്ങളുടെയും ഒക്കെ അടിത്തറ പാകിയത് 1400 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ നിന്നിങ്ങോട്ടുള്ള ഓരോ കാലഘട്ടത്തിലും മുസ്ലിം ശാസ്ത്രജ്ഞന്മാരായിരുന്നു. അവർക്കതിന് പ്രചോദനമേകിയത് ഈ വിശുദ്ധ ഖുർആനും അതിനോടനുബന്ധമായ വിജ്ഞാനങ്ങളുമായിരുന്നു. അത് താങ്കൾ മനസ്സിലാക്കണം ശരിക്ക്. അതെ, ലോകത്തിന്ന് കാണുന്ന എല്ലാ ശാസ്ത്ര സാഹിത്യ ശാഖകളുടെയും അസ്ഥിവാരം എന്ന് പറഞ്ഞാൽ ഖുർആൻ നിന്ന് പെറുക്കിയെടുത്ത് കല്ല് വെച്ചുണ്ടാക്കിയതാണ്. അല്ല ചങ്ങായിമാരെ, നിങ്ങൾ ഈ ഖുർആൻ നോക്കി പകർത്തി എഴുതിയ അല്ലെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ രൂപപ്പെടുത്തിയെടുത്ത ശാസ്ത്രീയമായ അറിവുകൾ, അതിനെ ശിലാസ്ഥാപനം കഴിഞ്ഞിട്ട് നിങ്ങൾ കിടന്നുറങ്ങിയ എന്താ സംഭവിച്ചത്? ഇസ്ലാമിക ലോകത്ത് ഖുർആനിനെ ആധുനിക കാലഘട്ടത്തിനനുസരിച്ച്, നേരത്തെ പറഞ്ഞതുപോലെ അറിവുകൾ കാലഘട്ടത്തിനനുസരിച്ച് പരിഷ്കരിക്കണം എന്ന വാദവുമായി യുക്തിഭദ്രമായ ചിന്തയിലൂടെ, ഗവേഷണങ്ങളിലൂടെ മനുഷ്യന്റെ പൊതുവായ മുന്നേറ്റത്തിന് ഉതകും വിധം ഖുർആനിനെയും മതങ്ങളെയും മതസമൂഹത്തെയും പരിഷ്കരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു സംഘം രൂപപ്പെട്ടു ഇസ്ലാമിനകത്ത്. അവർക്ക് ഇവർ വേറെ പേരാ വിളിക്കുന്നത്, പുത്തൻവാദികൾ എന്ന പേരിലാണ് അവർ അറിയപ്പെടുന്നത്. അത്തരം അറിവന്വേഷികൾ, വിജ്ഞാന കുതുഹികൾ, അവർ ലോകത്ത്, അറിവിന്റെ ലോകത്ത് പല സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. അതിൽ അറബി പേരുകൾ ഒരുപാട് പേരുണ്ട്. അത്തരം പേരുകാരിൽ പലരും പരമ്പരാഗത അല്ലെങ്കിൽ ഇവർ പറയുന്ന ഈ സലഫുകൾ എന്നൊക്കെ പറയുന്ന ഇസ്ലാമിസ്റ്റുകളുടെ കാഴ്ചപ്പാടിൽ അവർ പുത്തൻവാദികളാണ്, അവർ പിഴച്ചവരാണ്, അവർ ഇസ്ലാമിന്റെ അടിസ്ഥാന തൗഹീദിൽ നിന്ന് വഴിതെറ്റിപ്പോയവരാണ് എന്ന് അന്ന് പറയുകയും അവർക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടി ആലോചിക്കുകയും അവരെ ഗണ്ണിക്കാൻ വേണ്ടി കിതാബ് എഴുതിയ ഇമാമുമാരുടെ കിതാബുകൾ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് റഫീഖ് സലഫിയെ പോലുള്ള ആളുകൾ അന്നത്തെ ഇസ്ലാമിന്റെ സംഭാവനകളെ കുറിച്ച്, മുസ്ലിം ലോകത്തിന്റെ സംഭാവനകളെ കുറിച്ച് ഊറ്റം കൊള്ളുന്നത് എന്നത് എത്ര പരിഹാസ്യമാണ് എന്ന് ആലോചിക്കണം. അതല്ലാതെ ഖുർആനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ കെട്ടിവെച്ച അസ്ഥിവാരത്തിന് മുകളിലേക്ക് 2 കല്ലെടുത്ത് വെക്കാൻ ഇസ്ലാമിക ലോകത്തിന്, ഇസ്ലാമിക സമൂഹത്തിന് കഴിയുന്നില്ല എന്നത് നിങ്ങൾ ചിന്തിക്കണം. അതിന് നിങ്ങൾ ഉത്തരം പറയണം. അത് പൊട്ടത്തരല്ല. അപ്പൊ എനിക്ക് തന്നെ കഴിയും. ഈ അടുത്ത കാലത്ത് ശാസ്ത്രം കണ്ടുപിടിച്ച പല സത്യങ്ങളും വിശുദ്ധ ഖുർആനിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അത് മനുഷ്യനുണ്ടാക്കിയതല്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണത്. അതെ, ഏറ്റവും വലിയ തെളിവ് എന്താ വെച്ചാല് ഖുർആനിൽ അനേകായിരം ശാസ്ത്ര വസ്തുതകൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അക്ബർ സാഹിബിന് ഓർമ്മ വരും, നമ്മുടെ സാക്കിർ നായിക്കിന് ഓർമ്മ വരും. ഒട്ടകമുട്ടയും കൊട്ടയിലേറ്റി ഭൂമി ഉരുണ്ടതാണ് എന്ന് കിതാബിലുണ്ട് എന്ന് പറയാൻ വേണ്ടി പതിറ്റാണ്ടുകൾ ഉറക്കമൊഴിച്ച് പ്രസംഗം നടത്തിയവരാണ് ഈ 2 മഹാത്മാക്കൾ എന്ന് നിങ്ങൾ ആലോചിക്കണം. ഖുർആനിൽ ശാസ്ത്രീയ വസ്തുതകൾ ഉണ്ട് എന്ന് തെളിയിക്കാൻ ഭൂമിയെ നാം പരത്തിയിരിക്കുന്നു, വിരിപ്പാക്കിയിരിക്കുന്നു, ആണിയടിച്ച് ഉറപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ്, നിങ്ങൾ തൊട്ടിലാക്കിയിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ഖുർആൻ വാചനങ്ങളെ അത് ദഹാഹ എന്നൊക്കെ പറയുന്ന ഒട്ടകമുട്ട എന്നൊക്കെ പറഞ്ഞ് അർത്ഥം വെച്ച് വ്യാഖ്യാനിച്ച് ഖുർആനിൽ പരന്നു കിടന്ന ഭൂമിയെ ഉരുട്ടിയെടുക്കാൻ വേണ്ടി അഹോരാത്രം പണിയെടുത്ത ഇസ്ലാമിക ശാസ്ത്ര കുതുഹികളെ നമ്മൾ ഇത്തരുണത്തിൽ ഓർക്കേണ്ടതാവുന്നു സുഹൃത്തുക്കളെ. അവരുടെ മുഖം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് റഫീഖ് സലഫിക്ക് നല്ല ഭാവുകങ്ങൾ ആ വിഷയത്തിൽ നേരണം. ഇഷ്ടംപോലെ സാധനമുണ്ട്, പക്ഷേ ദൗർഭാഗ്യവശാൽ അതൊന്നും എടുത്തു നിരത്താൻ ഇപ്പൊ റഫീഖ് സലഫിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്, വേറൊന്നും കൊണ്ടല്ല, ടൈം ഇല്ല. ഓരോന്ന് ലിസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള സന്ദർഭമല്ല ഇപ്പോൾ. ഓരോന്ന് എനിക്ക് എടുത്ത് പറയാൻ കഴിയും. ഈ അടുത്ത കാലത്താണ് ശാസ്ത്രം അതിനെക്കുറിച്ച് കണ്ടുപിടിച്ചത്. എങ്ങനെയാണ് അക്ഷരജ്ഞാനമില്ലാത്ത, എഴുതാനും വായിക്കാനും അറിയാത്ത അന്തിമ പ്രവാചകൻ അത് എഴുതി വെക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം വകയായി? നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരേ,
നിങ്ങൾ ലിസ്റ്റ് ചെയ്യാൻ ഇപ്പൊ സമയമില്ലെന്നറിയാം, സമയം പോലെ നിങ്ങൾ ലിസ്റ്റ് ചെയ്ത് കൊണ്ടുവരും. ഇതിനോടകം ഖുർആനിലെ ശാസ്ത്രീയ അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞ് ലിസ്റ്റ് ചെയ്യുകയും കിതാബ് എഴുതുകയും വീഡിയോ ചെയ്യുകയും ചെയ്ത സകല സാധനങ്ങളും പൊളിഞ്ഞു പാളീസായി പോയിട്ടുണ്ട്. ഏറ്റവും അവസാനം ആഴക്കടലിലെ ഇരുട്ട് വരെ. ഇനി വേറെ എന്താണ് പുതിയതുള്ളത് നിങ്ങൾ കൊണ്ടുവരും. നിങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ട് പുറത്തോട്ട് വിട്ടാൽ അതെങ്ങനെയാണ് മുഹമ്മദ് പറഞ്ഞത്, എവിടുന്നാണ് സോഴ്സ്, എങ്ങനെ സംഭവിച്ചു, എന്താണ് ഖുർആനിൽ പറഞ്ഞത്, നിങ്ങളിപ്പോൾ പറയുന്നത് തന്നെയാണോ, ശാസ്ത്രം പറയുന്നതാണോ, ഇതൊക്കെ നമുക്ക് പരിശോധിക്കാം. അതൊക്കെ കുറച്ചൊരു രസകരമായ സംഭവമല്ലേ. നിങ്ങൾ അതിലേക്ക് ശ്രദ്ധ തിരിക്കണം എന്നാണ് റഫീഖ് സലഫിയോട് പറയാനുള്ളത്. അപ്പൊ അത് ദൈവികമായ ഒരു ആശയമാണ്, ദൈവികമായി അവതരിപ്പിക്കപ്പെട്ടതാണ് എന്നതിന്റെ കൃത്യമായ തെളിവുകൾ നമുക്ക് കാണാൻ കഴിയും. അതെ, എന്താ തെളിവ്? ഖുർആനിൽ ശാസ്ത്രീയമായ വസ്തുതകൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഏത് ഖുർആൻ? അടിമത്തത്തെ അംഗീകരിച്ച ഖുർആൻ, അടിമത്തത്തെ ഉപാധിയാക്കിയ ഖുർആൻ, ലൈംഗിക അടിമകളെ അനുവദിച്ചു കൊടുത്ത ഇസ്ലാം ഖുർആൻ. ആ ഖുർആൻ ശാസ്ത്രീയമായ അറിവുകൾ ഒളിപ്പിച്ചു കിടത്തിയിട്ടുണ്ട്. ശാസ്ത്രീയമായിട്ടുള്ള അബദ്ധങ്ങൾ ഖുർആനിലുള്ളത്, വിവരക്കേടുകൾ എഴുതി വെച്ചിട്ടുള്ളത്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും സലഫി? അത് കുഴപ്പമില്ല, നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാം എന്നതാണ് സലഫിയുടെ പുതിയ ലൈൻ. ഇപ്പോൾ ലോകമൊക്കെ താങ്കൾ സഞ്ചരിച്ച് അതിൻ്റെ വാർത്തകളും വിവരങ്ങളും മനുഷ്യരുടെ മുമ്പിൽ, മലയാളികളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ കൃത്യമായ നിലയ്ക്ക് ഇത്തരം സംഗതികൾ കൂടെ പഠിക്കാനും മനസ്സിലാക്കാനും താങ്കൾ തയ്യാറാകണം. അതല്ലാതെ ഈ രൂപത്തിലുള്ള പൊട്ടത്തരങ്ങൾ പറയരുത് എന്ന് വളരെ സ്നേഹത്തോടുകൂടെ ഈ സന്ദർഭത്തിൽ താങ്കളോട് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ താങ്കൾക്ക് അവസരമുണ്ടാകണം. അങ്ങനെ പഠിക്കാൻ സാധിക്കട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ഞാനതിന് പ്രത്യാശിക്കുകയാണ്. ആ പ്രത്യാശയിൽ നമ്മളും പങ്കുചേരുകയാണ്. റഫീഖ് സലഫിക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ റഫീഖ് സലഫി പറഞ്ഞതും സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞതും നമ്മൾ പറയുന്നതും ഓരോരുത്തർ പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ അപഗ്രഥിക്കാനും ആലോചിക്കാനും, പിന്നെയും വേണമെങ്കിൽ ഖുർആൻ ഒരു തവണ കൂടി മറിച്ചു നോക്കാനും, നിങ്ങൾ ഒരു തവണ വായിച്ചതാണ്, 10 തവണ വായിച്ചതാണ്, ഒരിക്കൽ കൂടി വായിച്ചു നോക്കാനും ഒക്കെ നിങ്ങൾക്ക് കഴിയട്ടെ. അതിനുള്ള സമയവും സന്ദർഭവും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. അതിനുള്ള മനസ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റഫീഖ് സലഫിയുടെ ചാനലിൽ അദ്ദേഹത്തിന്റെ പരിപാടിക്ക് പേരിട്ടതുപോലെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് അവസാനിപ്പിക്കുകയാണ്.